ഹായ് നമസ്കാരം. എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കുക്കറിലാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. നല്ല രുചിയും നല്ല മണവുമുള്ളൊരു കുറുമയാണ്. നല്ല ചൂടപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു കുറുമയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. ഇതുവരെ ചെയ്തിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തോളൂ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കുക്കർ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ബേ ലീഫ്, 3 ഏലക്കായ, 4 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും 4 വലിയ അല്ലിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 30 സെക്കൻഡ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു റോസ് മില്ലിൽ നിന്ന് മാറി വരുമ്പം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞാണ് ചേർത്തിട്ടുള്ളത്. സവാള ചെറുതായിട്ടൊന്ന് വാടിയ ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി കേട്ടോ. അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയാൽ മാത്രം മതി. വല്ലാതെ അങ്ങ് വഴണ്ട് കിട്ടേണ്ട കാര്യമില്ല. ഇപ്പോൾ സവാളയുടെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ പീസ് കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ചേർത്താണ്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർക്കണമെന്നില്ല, ഓപ്ഷനിലാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് കോളിഫ്ലവർ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടുന്ന് കോരി സാധാരണ വെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം കഴുകി എടുത്തിട്ടാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/4 കപ്പ് ഗ്രീൻ പീസാണ്. ഇത് രാത്രി മുഴുവനും കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് മൊത്തത്തിലൊന്ന് ചൂടായി വന്നാൽ മതി. ഒരു 2 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഇത് മൊത്തം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ പെരിഞ്ജീരകം ചേർക്കാം. അത് ഇപ്പോഴല്ല, ഞാൻ പറയാം കേട്ടോ, എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് പറയാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് പിന്നീട് ആവശ്യത്തിന് ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കുക. പൊടികളൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന പച്ചക്കറികളുടെയൊക്കെ ഒപ്പത്തിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി കേട്ടോ. പിന്നീട് തീ ഓഫാക്കി അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് വേണം തുറന്നെടുക്കാനായിട്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 10-12 കാഷ്നട്ട് ചേർക്കാം. കുതിർത്തതല്ല കേട്ടോ, വെറുതെ അങ്ങിട്ടാൽ മതി. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ പെരിഞ്ജീരകം ചേർത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ പെരിഞ്ജീരകമാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പം ഞാൻ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്തുകൊണ്ടാണ് പെരിഞ്ജീരകം ചേർക്കാത്തത്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മളിതിൽ കാഷ്നട്ടൊക്കെ ചേർത്തുകൊണ്ട് അതൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണമല്ലോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക, പിന്നീട് ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ കുക്കർ ഇവിടെ ഒരു വിസിൽ വന്ന ശേഷം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവിയെല്ലാം പോയപ്പം തുറന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റവ് ഒന്നും കൂടി ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്നൊന്ന് തിളച്ചോട്ടെ കേട്ടോ. ഞാനിതിലേക്ക് ബീൻസ് ഇടാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ വെജിറ്റബിൾ കുറുമയൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി ബീൻസും കൂടി കിടക്കുന്നതാണ് കാണാനായിട്ടൊരു ഭംഗി കേട്ടോ. അപ്പോൾ ഞാനത് മറന്നു പോയതുകൊണ്ട് ഞാൻ തൊട്ടപ്പുറത്തെ സ്റ്റവിൽ വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ നിങ്ങൾ പച്ചക്കറി ചേർക്കാൻ നേരത്തെ ഒരു 7-8 ബീൻസ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആ മസാലയൊക്കെ അതിൽ പിടിക്കുക. ഇത് ഞാൻ മറന്നു പോയതുകൊണ്ട് കുറച്ച് തൊട്ടപ്പുറത്തെ സ്റ്റവിൽ വെച്ചൊന്ന് വേവിച്ചെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബീൻസും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പം അരച്ചെടുത്തിട്ടുള്ള അരപ്പുണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കുക.
ഇനി നമുക്കിതിലേക്ക് ആ ജാറൊന്ന് ചുറ്റിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ, അധികം ഒഴിക്കുന്നില്ല. നമുക്കറിയാം കുറുമയൊക്കെ ഇരിക്കുന്നതോറും കുറുകി വരുന്നൊരു കറിയാണ്, എങ്കിലും തീരെ അങ്ങ് ലൂസാക്കി എടുക്കണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളയ്ക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഇതിവിടെ കിടന്നിട്ട് തിളയ്ക്കണം. അപ്പോഴാണ് ആ ഒരു അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത്. തീ കൂട്ടിയിടരുത് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതിൻ്റെ എരിവൊക്കെ നോക്കിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല എരിവൊക്കെ താല്പര്യമുള്ളവർക്ക് 1/2 ടീസ്പൂണൊക്കെ എടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഇച്ചിരി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയിലയുടെയൊക്കെ ഫ്ലേവർ കൂടുതൽ താല്പര്യമാണെങ്കിൽ കുറച്ച് അധികം ചേർക്കാം കേട്ടോ, ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഇവിടെ കിടന്ന് ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ അതാ ഇവിടെ 2 മിനിറ്റ് സമയമായിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. തീ നന്നായിട്ട് കുറച്ചിട്ടിട്ടാണ് നമ്മളതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കിയിടാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ. കണ്ടല്ലോ, ഒരു 10 മിനിറ്റ് ഞാൻ അടച്ചൊരു 5-10 മിനിറ്റ് ആയിട്ടുള്ളൂ. നല്ല ചൂടോടുകൂടി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അപ്പത്തിൻ്റെ കൂടെ ആട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി മണവും നല്ല രുചിയുമുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ ഒരു അപ്പം ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു അപ്പം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അതിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിനത് വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അത് വലിയൊരു സപ്പോർട്ടാണ്. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക്